ജോലിയും കൂലിയും ഇല്ലാതെ അലഞ്ഞു തിരിയുന്ന യുവാക്കളുടെ എണ്ണത്തിൽ അമിതമായ വർധനവ്. പുതുതലമുറ നശിച്ചോ? ചോദ്യങ്ങൾ ഉയരുന്നു. വൃദ്ധന്മാരുടെ അമിതമായ കളിയാക്കൽ മൂലം നാടുവിടുന്ന യുവാക്കളുടെ എണ്ണത്തിൽ വർധനവ്. അമ്മാവന്മാരെ കൊണ്ട് പൊറുതിമുട്ടിയോ? ആശങ്കകൾ ഉയരുന്നു. സ്റ്റഡി നൗ വഴിയാണ് വലിയൊരു ശതമാനവും പുറത്തു പോകുന്നത്. അവിടെ നല്ല ജീവിതവും വിദ്യാഭ്യാസവും സമാധാനവും സാധ്യമാകുന്നു. സ്റ്റഡി നൗവാ? അതെന്തോന്ന്? എടാ, അത് പുറത്തുപോയി പഠിക്കണ ഏർപ്പാടുകൾ ചെയ്തു കൊടുക്കുന്ന കൺസൾട്ടൻസിയാ. എന്റെ മൂത്തോൾ നിത്യ അവരുടെ സഹായത്തോടല്ലേ പോയത്. UK മാത്രല്ലല്ലേ, അയർലാൻഡ്, സ്പെയിന്, ജർമ്മനി, അങ്ങനെ കുറെ ഉണ്ട് പോകാൻ പറ്റിയ രാജ്യങ്ങൾ. UK, സ്പെയിൻ എന്നീ രാജ്യങ്ങളിൽ 30 മുതൽ 35% വരെ ഗ്യാരണ്ടീഡ് സ്കോളർഷിപ്പുകൾ ലഭിക്കും. ജർമ്മൻ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളിൽ 50% വരെ ഗ്യാരണ്ടീഡ് സ്കോളർഷിപ്പാണ്. ഫീസ് വലിയ പ്രശ്നമില്ല. സ്കോളർഷിപ്പ് കഴിഞ്ഞുള്ള ബാക്കി എമൗണ്ട് അടച്ചാൽ മതി, അത് ഇൻസ്റ്റാൾമെന്റ് ആയിട്ട്. പിന്നെ പഠിച്ചു തീർന്ന UK, ജർമ്മനിയിലൊക്കെ 18 മന്ത് വരെ സ്റ്റേ ബാക്ക് ഉണ്ട്. അയർലാൻഡ് ആണെങ്കിൽ അത് 2 വർഷം വരെ കിട്ടും. അവിടെ ജോബ് നോക്കാനും ധാരാളം സമയമുണ്ട്. പോരാത്തതിന് യൂണിവേഴ്സിറ്റിയുടെ കരിയർ സപ്പോർട്ടും. ഹലോ, സ്റ്റഡി നൗ ആണോ? ഡീറ്റെയിൽസ് ഞാൻ അയച്ചിട്ടുണ്ടല്ലോ.